നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് വ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി ഒരു നല്ലൊരു മൂവ്മെന്റ് തിരിച്ച് തന്നിട്ടില്ലെങ്കിൽ കൂടി നമ്മുടെ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി നല്ല അടിപൊളി അടാറ് മൂവ്മെന്റ് തന്നു. തിരിച്ച് നല്ല വൃത്തി തിരിച്ച് കയറി. നിഫ്റ്റി കൃത്യമായി ഇന്നലത്തെ ആ ഒരു ഹൈ ഡേ ഒരു സെല്ലിംഗ് തുടങ്ങിയ 24,980 ഭാഗത്തിനും 24,855 ഭാഗത്തും കിടന്ന് നിഫ്റ്റി ഫ്യൂച്ചർ കളിച്ചതല്ലാതെ വലിയ നമ്മുടെ ഇന്നലത്തെ POCയുടെ ഭാഗത്തിനാണ് അപ്പൊ ഏകദേശം കിടന്ന് കളിച്ചത്. താഴേക്ക് വന്നു 855 എന്ന് പറഞ്ഞ സ്ട്രോങ് സപ്പോർട്ട് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ വീക്കിലി വ്യൂ പറഞ്ഞതുപോലെ 855 വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് എടുത്ത് ആ ഭാഗത്ത് തന്നെ നിഫ്റ്റി കിടന്ന് കളിച്ചു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് എന്നിട്ട് അപ്പൊ 975യുടെ ഭാഗത്ത് തന്നെ POCയുടെ ഭാഗത്ത് കിടന്ന് കളിച്ചിട്ട് ഇന്നലത്തെ POCയുടെ ഭാഗത്തിന് തൊട്ട് മുകളിലാണ് ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി കിഡില മൂവ്മെന്റ് തന്നു. നമ്മുടെ താഴേക്ക് ഇറങ്ങി 750 610 എന്ന് പറഞ്ഞാൽ ആ സപ്പോർട്ട് കൃത്യമായി എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 750 ഭാഗത്ത് തന്നെ സപ്പോർട്ട് എടുത്ത് നമ്മുടെ ലെവൽ ട്രേഡിംഗ് എക്സാക്ട്ലി അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. 758ന്റെ ഭാഗത്ത് അവൻ സപ്പോർട്ട് എടുത്തിട്ട് 51,124 ക്രോസ് ചെയ്തു. 51,265 ക്ലോസ് ചെയ്തിട്ട് അതിന് മുകളിൽ തൊട്ട് മുകളിൽ ക്ലോസ് ചെയ്തു. നമ്മുടെ ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഡൗ ജോൺസ് ആടാപാടെല്ലാം കയറിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം പറഞ്ഞാൽ 1.5% ഡൗ ജോൺസ് കയറിയിട്ടുണ്ട്. 1.5 അല്ല, കൃത്യം പറഞ്ഞാൽ 2% ഡൗ ജോൺസിന്റെ ഫ്യൂച്ചർ അപ്പാണ്. അതുകൂടാതെ ഡൗ ജോൺസിന്റെ നമ്മളെ S&P ഓൾമോസ്റ്റ് 1.5% S&P അപ്പാണ്. നാസ്ഡാക്ക് അത്രയ്ക്ക് വലിയ അപ്പൊന്നുമില്ല. കാരണം നാസ്ഡാക്കിൽ IT സ്റ്റോക്സ് ആയത് കൊണ്ടാണ് നാസ്ഡാക്ക് അത്രയ്ക്ക് വലിയ അപ്പല്ലാതെ നിൽക്കുന്നത്. എന്നിരുന്നാൽ കൂടെ ആ ഒരു 1% അടുപ്പിച്ച് നാസ്ഡാക്ക് അപ്പാണ്. നമ്മുടെ ഗിഫ്റ്റ് തരുന്നത് പോലെ നല്ല കേറി സ്മൂത്ത് കയറ്റം പോകുന്നത് പോലെ 25,096 25,100ന്റെ ഭാഗത്ത് അവ എത്തിയിട്ടുണ്ട്. ഇന്ന് നാളെ കാലത്ത് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെ ആയിരിക്കും എന്നറിയാനില്ല. പക്ഷെ പൊതുവെ ഓവറാൾ ഒരു ഡൗൺവേർഡ് ട്രെൻഡ് മാർക്കറ്റിൽ ഇപ്പം കാണുന്നില്ല. അതാണ് ഇപ്പോഴത്തെ പൊതുവെയുള്ള മാർക്കറ്റ് സ്ട്രക്ചർ പ്രകാരം മാർക്കറ്റ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? മാർക്കറ്റിന് വിക്സ് നല്ല വൃത്തി അടിച്ചിറങ്ങി നല്ല സുമാറായി ഏകദേശം 6% നമ്മളെ വിക്സ് ഇറങ്ങി. വിക്സ് വീണ്ടും വീക്കിലേക്ക് പോകുമ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെന്റ് മാർക്കറ്റിൽ വരുന്നത്. നമ്മൾ അമേരിക്കയിലെ വിക്സും താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ വിക്സ് പോസിറ്റീവ് നെഗറ്റീവ് ആവണമെങ്കിൽ ഓർത്തുകൊള്ളുക. മാർക്കറ്റിന്റെ ആ ഒരു വോൾട്ടൈലിറ്റി അവസാനിച്ചു. വോൾട്ടൈലിറ്റി കഥം ആയിട്ടുണ്ട്. തിരിച്ച് മാർക്കറ്റ് കയറാനുള്ള ചാൻസ് ആയിരിക്കും കൂടുതൽ മാർക്കറ്റിൽ. അപ്പൊ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിലെ വ്യൂയിലേക്ക് നമുക്ക് കിടക്കാം. സോ ഇന്ന് നമ്മൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ, നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ് ഇന്നത്തെ നിഫ്റ്റിയുടെ പ്രകാരം. ഓർത്തോളുക, നിഫ്റ്റിയിൽ ഇന്നത്തെ POC എന്ന് പറഞ്ഞാൽ 24,923ന്റെ ഭാഗത്താണ് POC. ഇന്നലത്തെ POCയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് മീൻ റിവേർഷൻ നൽകി 24,975 മുകളിലേക്കാണ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കേണ്ടത് ഇന്നത്തെ POC എത്രയാണ്? 24,971 നമ്മളെ സംബന്ധിച്ചോളം. 923 നമ്മളെ POC. സോ നമുക്ക് ഇന്നത്തെ നിഫ്റ്റിയുടെ പ്രൊഫൈലിൽ നമുക്കത് വ്യക്തമായി നമുക്ക് മാർക്കറ്റ് എല്ലാം ക്ലിയർ ആക്കി നമുക്ക് വരച്ചു വെക്കാം. നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ 24,922 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള POC. 24,922 സോ അതാണ് നമ്മളെ POC. ആ POC നമുക്കൊരു സ്ട്രോങ് സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യും. നമ്മളെ നിഫ്റ്റിയെ സംബന്ധിച്ച് 25,030 സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ്. 25,030 മുകളിൽ മാത്രം നിങ്ങൾ ഇനി ബൈയെ കുറിച്ച് നോക്കി. അപ്പൊ 25,30 എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. 25,030 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ അടുത്തത് വരേണ്ടത് എത്രയാണ്? 25,030 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 25,094 എന്ന് പറഞ്ഞാൽ ബി പീരീഡിൽ തുടങ്ങിയ സിംഗിൾ പീരീഡ്, കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ബി പീരീഡിലെ സിംഗിൾ പീരീഡ് 25,094 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് സിംഗിൾ. സോ ഈ ഭാഗത്ത് വരും 94ന് മുകളിൽ നിൽക്കുമ്പോൾ അടുത്ത നിഫ്റ്റി ഫ്യൂച്ചറിനെ സംബന്ധിച്ച് എത്രയാണ് വരുന്നത്? 94ന് മുകളിൽ നിൽക്കുമ്പോൾ അടുത്ത വരുന്നത് 25,162. 25,162 25,162. ഓക്കെ, ഇതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫ്യൂച്ചറിന് അടുത്ത വരുന്നത് എന്ന് വെച്ചാൽ ഈ POC ആയ 25,215. ഇതായിരിക്കും നമ്മുടെ മുകളിലേക്കുള്ള മാർക്കറ്റിന്റെ ഒരു പ്രയാണം. ഡോറയുടെ പ്രയാണം എന്ന് പറയും പോലെ, എന്റെ മോള് കാണുന്ന ഡോറയുടെ പ്രയാണം പോലെ നമ്മുടെ നിഫ്റ്റിയുടെ പ്രയാണം. അപ്പം 25,030 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 94,162 215 എന്ന് പറഞ്ഞ ലെവലിലേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി താഴേക്ക് 855 ഒരു മാരകമായ സപ്പോർട്ടാണ് മക്കളെ.
24,855 പൊട്ടി ക്ലോസ് ചെയ്തിട്ട് മാത്രമേ ഇനി മാർക്കറ്റിൽ നിങ്ങൾ ഒരു സെല്ലിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. സോ 24,855 താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞ സെയിം സപ്പോർട്ടായ 24,757 ഫസ്റ്റ് ആണ്, 24,757. അതിന് താഴെ ഞാൻ ഇന്നലെ പറഞ്ഞ അടുത്ത സപ്പോർട്ടീവായ 24,663 24,000 അതായിരിക്കും നമുക്ക് താഴേക്കുള്ള ഒരു സപ്പോർട്ട്. അപ്പൊ ഓർത്തോളുക, 24,855 പൊട്ടി ക്ലോസ് ചെയ്താൽ മാത്രമേ നല്ലൊരു സെൽ ഓഫ് വരുള്ളൂ. ഇല്ല എങ്കിൽ മാർക്കറ്റ് ഈ 30 മുകളിൽ നിൽക്കുകയാണെങ്കിൽ തിരിച്ച് വീണ്ടും ഈ ഭാഗത്തേക്ക് ഒരു പ്രയാണം, ഡോറയുടെ പ്രയാണം നടത്തുന്ന പോലെ ഒരു പ്രയാണം നടത്തി ഈ 25,217 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി. ഇന്ന് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ബാങ്ക് നിഫ്റ്റി 1% അപ്പായിട്ടുള്ള 3 ഇരട്ടി നിഫ്റ്റി കയറിയതിന്റെ 3 ഇരട്ടി ബാങ്ക് നിഫ്റ്റി കയറിയിട്ടുണ്ട്. പെർസെന്റേജ് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് ഇന്നത്തെ POC വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നാളെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോളുക, നാളത്തെ അരമണിക്കൂറിന് ശേഷം മാർക്കറ്റ് പുതിയ ഹൈ ഒന്നും വന്നിട്ടില്ല എങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ POC ആയ 50,865 ഭാഗത്തേക്ക് റിവേഴ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു ലാർജ് പ്രൊഫൈലാണ്, നോർമൽ വേരിയേഷൻ അപ്പല്ല. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ്, മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ ഡേ ആണ്. KPDയിൽ സിംഗിൾസ് ഉണ്ട്, അതേപോലെ എല്ലിലും സിംഗിൾസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ ഡേ വിത്ത് സ്പൈക്ക് ക്ലോസ് വിത്ത് POC അറ്റ് ലോവർ ലെവലിൽ. അതായത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയെക്കാട്ടിയും കൂടുതൽ ബാങ്ക് നിഫ്റ്റി നല്ലൊരു ബൈയിങ് ഉണ്ടായിരുന്നു. സോ 50,865 ഇന്നത്തെ POC. സോ ബാങ്ക് നിഫ്റ്റി നമ്മൾ ലെവൽ നമുക്ക് എല്ലാം മായ്ക്കുമ്പം ഇന്നത്തെ POC ഞാനൊന്ന് മാർക്ക് വയ്ക്കാം, 50,865 POC. സോ നാളെ പുതിയ ഹൈ ഒന്നും ഉണ്ടാക്കിയാൽ മാർക്കറ്റ് തിരിച്ച് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ മീൻ റിവേർഷൻ ഈ POCയുടെ ഭാഗത്തേക്ക് നടക്കും. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് വെച്ചേക്കുമ്പം 51,300 ഭാഗത്താണ് ക്ലോസ്. അപ്പം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 51,333 സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. 51,333 ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ മാത്രം ബൈ എടുത്താൽ മതി. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 51,410 51,410 എന്ന് പറഞ്ഞ ആ റെസിസ്റ്റൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. അതിന് മുകളിൽ അടുത്ത എത്രയാണ്? 410 മുകളിൽ 51,000 എത്രയാണ്? 528 51,528. അതിന് മുകളിൽ എത്രയാണ്? അതിന് മുകളിൽ പോവുകയാണെങ്കിൽ 51,652 എന്ന് പറഞ്ഞ ഈ POCയുടെ ഭാഗത്തേക്കുള്ള ടെസ്റ്റും ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം പോസിബിൾ ആണ്. സോ ഇതാണ് ഓർത്തുള്ളത്. 51,330 മുകളിൽ നിൽക്കുകയാണെങ്കിൽ പയ്യെ 54,652 ഭാഗത്തേക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ നാളത്തെ അരമണിക്കൂർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും. ആദ്യത്തെ അരമണിക്കൂറിന് മുകളിൽ മാർക്കറ്റ് പോയെങ്കിൽ മാത്രമേ പുതിയ ഹൈയിലേക്ക് മാർക്കറ്റ് വരുള്ളൂ. ഇല്ലെങ്കിൽ തിരിച്ച് വീണ്ടും റിവേഴ്സ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഇനി താഴേക്കുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 51,195 സ്ട്രോങ് ആണ്, സ്പൈക്കിന്റെ ലോ ആണ്. സോ 51,195 എന്ന് പറഞ്ഞാൽ സ്ട്രോങ് സപ്പോർട്ടായിട്ട് സ്പൈക്കിന് ലോ, അത് പൊട്ടിയാൽ താഴേക്ക് വീണ്ടും വരാൻ ചാൻസ്. അപ്പൊ അത് നാളെ ഫസ്റ്റ് ഇതായിരിക്കും നമ്മുടെ ആദ്യത്തെ സിമ്പല്. ഈ 51,195 പൊട്ടി മാർക്കറ്റ് വരികയാണെങ്കിൽ ഓർത്തോളൂ, ആ മാർക്കറ്റ് തിരിച്ച് 58,65 ഭാഗത്തേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. ഇനി 51,195 അടുത്ത എത്രയാണ്? 51,100 എന്ന് പറഞ്ഞ അടുത്തൊരു സിംഗിൾ പ്രിന്റ് എത്രയാണ്? 51,100. ഇതൊക്കെ സിംഗിൾ പ്രിന്റുകൾ ഫില്ല് ചെയ്ത് താഴേക്ക് വരാൻ ചാൻസ്, ഇത് അനോമലി ആയതുകൊണ്ട് ഫില്ല് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് താഴേക്ക് വരുന്ന സമയത്ത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ 50,960. സോ അതിന് താഴെ 50,960. ഓക്കെ, ഇനി ഓർത്തോളുക, ഈ 50,620 അല്ലെങ്കിൽ 50,758 50,610 പൊട്ടാതെ മാർക്കറ്റിന് അടിക്കില്ല, ഓർത്തോളുക. സോ താഴേക്ക് സപ്പോർട്ട് 195 പൊട്ടേലിന് 100, അത് താഴെ 50,960, അതായത് POC, അതായത് 752, അതായത് 610. സോ ഈ 50,610 നിഫ്റ്റിയെ 24,850 എങ്ങനെ കാത്തോ
അതേപോലെ ബാങ്ക് നിഫ്റ്റിയും 50,610 കാക്കുന്നതാണ്. സോ നിങ്ങൾ ഒരു ഓർത്തോളൂ, നാളത്തെ അരമണിക്കൂർ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഈ പറഞ്ഞ അപ്പർ സൈഡിലുള്ള എല്ലാ ലെവൽസും ടച്ച് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. എല്ലാവരും ഒരിക്കൽ കൂടി വീഡിയോ കാണുക. ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനല്. മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ചുള്ള പുതിയ കുറച്ച് 1-2 വീഡിയോ, മീൻ റിവേഴ്സൽ സ്ട്രാറ്റജി, അതായത് ഒരു പ്രൈസ് ആക്ഷൻ എല്ലാത്തിൻ്റെ ഒരു കോമൺ സ്ട്രാറ്റജിയാണ്. ആ മീൻ റിവേഴ്സൽ സ്ട്രാറ്റജിയൊക്കെ ഒരു വീഡിയോ പുതിയതായിട്ട് വരാൻ പോകുന്നുണ്ട്. 1-2 മാർക്കറ്റ് പ്രൊഫൈലിലെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡിംഗ് വീഡിയോസും എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നൊക്കെയുള്ള വീഡിയോസ് വെച്ചുള്ള ലെവൽ വെച്ചുള്ള വീഡിയോസും വരാൻ പോകുന്നുണ്ട്. എല്ലാവരും മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാർക്കറ്റ് പ്രൊഫൈലിന്റെ പോഡ്കാസ്റ്റിന്റെ പഴയ വീഡിയോകൾ വീണ്ടും വീണ്ടും കാണുക. ഓർഡർ ഫോളോ പോഡ്കാസ്റ്റ് ഉണ്ട്, അതിനകത്തുള്ള വീഡിയോകൾ കാണുക. ഒരിക്കൽ കൂടി നന്ദി. എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.